ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു SinglePot കുക്കിംഗ് ഹാക്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. ഒരു പാൻകേക്കാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഷാൽ വി മൂവ് ടു ദ കിച്ചൺ? വെജിറ്റബിൾസ് കഴിക്കാൻ തീരെ ഇഷ്ടമില്ലാത്തവർ പോലും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ വെജിറ്റബിൾസും മുട്ടയുമാണ് നമുക്ക് ആവശ്യം. ഇന്ന് എനിക്ക് മധുരക്കിഴങ്ങ് കിട്ടി, അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൂടി ഇതിൽ പെടുത്താന്ന്. മധുരക്കിഴങ്ങ് ഇടുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഈ പാൻകേക്കിന്. ഇനി സവാള പൊടിയായിട്ട് അരിഞ്ഞതും ടൊമാറ്റോവുമാണ് നമുക്ക് ആദ്യം എടുക്കേണ്ടത്. ഇതെല്ലാം നമുക്കൊരു ബൗളിലോട്ട് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ മധുരക്കിഴങ്ങ് പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാബേജ്, പിന്നെ എടുത്തത് മഷ്റൂമാണ്. മഷ്റൂം ഇതുപോലെ സ്ലൈസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ സ്പ്രിംഗ് ഒനിയൻ ഈ പാൻകേക്കിന് വളരെ നല്ല രുചി തരും. ഇനി ഞാൻ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തെടുക്കുവാണ്. 1 ടേബിൾ സ്പൂണോളം നമുക്കത് എടുക്കാം. അതുകൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം, ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഓട്സും കൂടി ഒന്ന് മിക്സിയിൽ അടിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മൊത്തം അത് 2 ടേബിൾ സ്പൂൺ ആണ് വന്നത്. ഇനി അതിലോട്ട് കുറച്ച് ഉപ്പ്, ചില്ലി ഫ്ലേക്സ്, കുറച്ച് പെപ്പർ പൗഡർ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്നും കൂടി കോട്ട് ചെയ്ത് വെജിറ്റബിളിലോട്ട് പിടിപ്പിക്കാം. ഇനി ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇതുപോലെ കൈ കൊണ്ട് ഒന്ന് ഞെരടി ഇതെല്ലാം യോജിപ്പിക്കുക. ഇനി നമുക്ക് ഇത് പാനിൽ അപ്പം ചുടുന്ന പോലെ ഇതിനെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് ഓരോന്നായിട്ട്. അതിനായിട്ട് ഞാൻ ഒരു ചെറിയ പാനാണ് എടുത്തിരിക്കുന്നത്. അതിൽ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചത്. അതെല്ലാം ചുറ്റും ഒന്ന് ഇതേപോലെ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ വെജിറ്റബിൾ മിക്സ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനെ ഇനി നമുക്ക് പാനിൻ്റെ ഷേപ്പിലോട്ട് ആക്കിയെടുക്കണം. അതിനായിട്ട് ഈ കയ്യിൽ തന്നെ കൊണ്ടിട്ട് ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്ത് എല്ലാ വശവും ഷേപ്പ് ചെയ്ത് എടുക്കുക, സർക്കിൾ ഷേപ്പിലോട്ട്. അതിനുശേഷം നമുക്ക് മുട്ട ഒരെണ്ണം, കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഈ പാൻകേക്ക് ബൈൻഡ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അതായത് ആ ഷേപ്പിൽ തന്നെ നിൽക്കാനായിട്ടാണ്. ഇതൊരു ക്രിസ്പി ആയി വരും. എന്താന്ന് വെച്ചാൽ നമ്മൾ അരിപ്പൊടിയും ഓട്സ് പൊടിയും ചേർത്തതുകൊണ്ട് കുറച്ച് ക്രിസ്പിയും സെയിം ടൈം നല്ല ഷേപ്പിലും കിട്ടും കേട്ടോ. ഇനി അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് മഷ്റൂംസ് ഇട്ട് സ്പ്രെഡ് ചെയ്യുവാണ്. ഇത് ഏകദേശം ഒരു 7 മിനിറ്റാണ് കുക്കിംഗ് ടൈം എടുത്തത്. ഇനി അത് താഴെ നന്നായിട്ട് മൊരിഞ്ഞു വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി അത് തുറന്ന് ഞാനിത് മറിച്ചിടുവാണ്. അപ്പോൾ ഈ മഷ്റൂം പാനിൻ്റെ അടിയിൽ പോയിട്ട് അത് ടോസ്റ്റ് ചെയ്ത് വരും. നല്ല രുചിയാണ് അതിന്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കാണാം. ഇപ്പം ഇത് മൂവ് ചെയ്ത് തുടങ്ങി, അതായത് ഇത് കുക്കായി എന്നർത്ഥം. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇതിനെ ഫ്ലിപ്പ് ചെയ്യാം. ഇതുപോലെ ഇനി സ്വാദിഷ്ടവും വളരെ ന്യൂട്രീഷ്യസുമായിട്ടുള്ള പാൻകേക്ക് തയ്യാറായി കഴിഞ്ഞു. അതൊരു ഫ്രഷ് ഓറഞ്ച് ജ്യൂസിൻ്റെ ഒപ്പമാണ് ഞാൻ സെർവ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇനിയും രുചികരമായ വിഭവങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.